കുംഭമേളയ്ക്ക് പോകുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അത് നടന്നു കിട്ടി. അതിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. കുംഭമേളയിൽ നിന്ന് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കിട്ടിയിരുന്നത്. അതിലൊരുപാട് ജനങ്ങളും ഒരുപാട് സന്യാസിമാരും പങ്കെടുത്തൊരു കുംഭമേള. അതിലുപരി അതിൽ നിന്ന് ഒരുപാട് ഉപജീവനം നടത്തുന്നവരും ഉണ്ടായിരുന്നു. ഫുട്പാത്ത് കച്ചവടക്കാരാവട്ടെ, അതുപോലെ ചെറിയ ചെറിയ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഇതിലെ ഏറ്റവും പരമമായൊരു സത്യമുണ്ട്. ഇനി ഈ കുംഭമേള വരുന്നത് 144 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ജനിച്ച ന്യൂ ബോൺ ബേബി പോലും ആ സമയത്ത് ജീവനോടെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അതാണ് ഈ നമ്മൾ പഠിക്കുന്ന ഏറ്റവും പരമമായൊരു സത്യം. പിന്നെ ഈ സംഘത്തിൽ നമ്മൾ മുങ്ങിക്കുളിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു അനുഭൂതിയുണ്ട്. ദൈവത്തിൽ തൊട്ടറിഞ്ഞൊരു അനുഭൂതി എന്നൊക്കെ പറയാം. അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അതിന് അതറിയാൻ പറ്റുള്ളൂ. അത് ഏറ്റവും മഹത്തായ ഒരു അനുഭൂതി തന്നെയായിരുന്നു. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു ഏറ്റവും വലിയ മെസ്സേജ്, സന്യാസിമാരിൽ നിന്നാവട്ടെ അതുപോലെ ജനങ്ങളിൽ നിന്നാവട്ടെ ഏറ്റവും കിട്ടുന്നൊരു മെസ്സേജ് എന്താ വെച്ചാൽ, ഈ ലോകം കുറച്ച് കാലത്തേക്ക് മാത്രമേ ഉള്ളൂ. ഇതൊരു നശ്വരമായിട്ടുള്ളൊരു ലോകമാണ്. നമ്മളാരും ഇനിയൊരു കുംഭമേള കാണാനുണ്ടാവില്ല. 144 ഇയേഴ്സ് കഴിഞ്ഞ് കുംഭമേള കാണാനുണ്ടാവില്ല. അപ്പോൾ ഈ കിട്ടുന്ന ചെറിയ സമയം കൊണ്ട് നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. തെറ്റും ശരിയും എല്ലാവരുടെ പക്ഷത്തും ഉണ്ടാവും. തെറ്റ് ചെയ്യാത്തവരാരും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാം മാക്സിമം ശരിയിലേക്കുള്ള യാത്ര തുടരുക. എല്ലാ തെറ്റുകളും മായ്ച്ചുകൊണ്ട് മാക്സിമം ശരിയിലേക്കുള്ള യാത്ര തുടരുക. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. നമസ്കാരം.